ഇസ്രത് ജഹാൻ കേസിൽ പുതിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആരോപണ വിധേയനായ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവരെ രക്ഷിക്കാനാണെന്ന് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക നിർജരി സിൻഹ. ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇരകൾക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും നിർജരി സിൻഹ പറഞ്ഞു. ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടൽ കൊലകളുടെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുണ്ട് നിർധരിക്ക്. വംശഹത്യയുടെ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അഭിഭാഷകനും തൊഴിലാളി സംഘടനാ പ്രവർത്തകനുമായിരുന്ന ഭർത്താവ് മുകുൾ സിൻഹയ്ക്കൊപ്പം നിർധരി നടത്തിയ ശ്രമങ്ങളാണ് സൊഹ്റാബുദ്ദീൻ ഷൈഖ്, സാദിൽ ജമാൽ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ പുറത്തുകൊണ്ടുവന്നത്. ഇസ്രത് ജഹാൻ കേസിൽ ഉയർന്ന പുതിയ ആരോപണങ്ങളെക്കുറിച്ച് നിർധരി സംസാരിച്ചു. How can you change, stand according to government? You cannot change your stand according. You are as officer, you are as one of the PMO, you belong to PMO. Country doesn't run that way. Government is a stable, machinery, irrespective of the political party. If they have taken a stand, he has to stand by it. And if he says today that because Chidambaram brought up pressure, then also he should be punished. കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിൽ വന്നതോടെ ഗുജറാത്ത് വംശഹത്യയ്ക്കും വ്യാജ ഏറ്റുമുട്ടലിനും ചുക്കാൻ പിടിച്ചവരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഗുജറാത്ത് വംശഹത്യയുടെ 15ാം വാർഷികത്തിൽ സോളിഡാരിറ്റി കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അവർ. They don't trust their own investigating agency and they want to trust a terrorist who is from other country. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്ത് മോഡൽ പൊള്ളയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചേക്കുമെന്ന് നിർധരി കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ നിന്നും ലിജോ വർഗീസ്, മീഡിയ 1.